പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കത്തോലിക്ക സഭയിൽ കുട്ടികൾ കാറ്റീസം പഠിക്കുന്നു. 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ. 1-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് സൃഷ്ടാവായ ദൈവം, 2-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് രക്ഷകനായ ദൈവം, 3-ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് ജീവദാതാവായ ദൈവം. സൃഷ്ടാവായ ദൈവം, രക്ഷകനായ ദൈവം, ജീവദാതാവായ ദൈവം. 1, 2, 3 ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊന്നും ഇവർ 12-ാം ക്ലാസ് എത്തുമ്പോൾ അറിയുന്നില്ല. 12-ാം ക്ലാസ് കഴിഞ്ഞാൽ വിശ്വാസ പരിശീലനം കഴിഞ്ഞു. ഇവർക്ക് എന്തുകൊണ്ട് അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി BTH അഡ്മിഷൻ കൊടുത്തുകൂടാ സഭയ്ക്ക്? ഇവർക്ക് എന്തുകൊണ്ട് BTH, അതായത് ഇഷ്ടമുള്ള ദൈവശാസ്ത്ര ശാഖയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സ്റ്റഡി നടത്താൻ എന്തുകൊണ്ട് ഇവർക്ക് അവസരം കിട്ടുന്നില്ല? ഇവർക്ക് എന്തുകൊണ്ട് MTHലേക്ക് എത്താൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് തിയോളജി പഠിക്കാൻ പറ്റുന്നില്ല? സെമിനാരിയിൽ ഫിലോസഫി കഴിഞ്ഞിട്ട് റീജൻസിയുടെ ഭാഗമായിട്ട് വരുന്ന അച്ഛന്മാർക്ക് ഒരു കാരണവശാലും ഇവരെ തിയോളജി പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ തിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത അച്ഛന്മാർ തന്നെ വന്ന് കാറ്റഗിസം പഠിപ്പിക്കുന്നതല്ലേ നല്ലത്? ഒരു കാര്യം പറയട്ടെ, കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, എസ്പെഷ്യലി 1, 2, 3 ക്ലാസ്സുകളിലെ ടീച്ചേഴ്സ്, 12-ാം ക്ലാസ് വരെയുള്ള ടീച്ചേഴ്സിന് എടുക്കാം. നേരം പോക്കിന് വേണ്ടിയിട്ടാണോ ഒരാൾ മതാധ്യാപകനായി കത്തോലിക്ക സഭയിൽ സേവനം അനുഷ്ഠിക്കുന്നത്? അത് ശരിയാണോ? വിശ്വാസ പരിശീലനം 12-ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ, അതെയോ മരിക്കുന്നോളം അൺടിൽ ഡെത്ത് വരെ സൂക്ഷിക്കേണ്ട ഒന്നാണോ വിശ്വാസ പരിശീലനം എന്ന് പറയുക? ഒരു ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ മതബോധന കമ്മീഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. വിശ്വാസ പരിശീലനം 12-ാം ക്ലാസ് വരെ മാത്രം നിൽക്കുന്ന ഒന്നല്ല എന്ന് സഭാ അധികാരികൾ അറിയണം.